ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലെ 3 ടൈപ്പിലുള്ള മെത്തേഡ്സിനെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. 1 ഇൻസ്റ്റൻസ് മെത്തേഡ്, 2 ക്ലാസ് മെത്തേഡ്, 3 സ്റ്റാറ്റിക് മെത്തേഡ്സ്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഇൻസ്റ്റൻസ് മെത്തേഡ്. നമുക്ക് 2 കാറുണ്ട്, അതിൻ്റെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്ത് പോയി. അപ്പോൾ ഇൻഷുറൻസ് ഏജന്റ് ചോദിച്ചു വണ്ടിയുടെ മോഡൽ ഏതാ. നമ്മൾ പറഞ്ഞു മഹേന്ദ്ര സ്കോർപിയോ. അതുപോലെ എത്ര വർഷം പഴയതാണ്? 6 വർഷം പഴയതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമാണ് അയാൾ റൺ ചെയ്യുന്നത്. ഈ 2 ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഓട്ടോ ഇൻഷുറൻസ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് പോളിസി 1 എന്നാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഇതിൻ്റെ പ്രീമിയം എത്രയാണ്. അപ്പോൾ പോളിസി 1ൻ്റെ കാൽക്കുലേറ്റ് പ്രീമിയം എന്ന് പറയുന്ന മെത്തേഡിനെ വിളിച്ചു. 600 റുപ്പീസാണ് പ്രീമിയം. അപ്പോൾ അടുത്ത വണ്ടി മഹേന്ദ്ര XUV ആണ്. അത് 2 വർഷം മാത്രമേ പഴക്കമുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പോളിസി 2ലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് കാൽക്കുലേറ്റ് പ്രീമിയം എന്ന് പറയുന്ന മെത്തേഡിനെ വീണ്ടും വിളിച്ചു. അതിൻ്റെ പ്രീമിയം 500 റുപ്പീസാണ്. ഇവിടെ മഹേന്ദ്ര സ്കോർപിയോ എന്ന് പറയുന്നതും അതുപോലെ അതിൻ്റെ പഴക്കം, അതായത് 6 വർഷം ആണ് എന്ന് പറയുന്നതും നമ്മുടെ കാറിൻ്റെ 2 പ്രോപ്പർട്ടീസാണ്. ഇവിടെ കാർ അണ്ടർസ്കോർ മോഡലും കാർ അണ്ടർസ്കോർ ഏജും ഈ ഓട്ടോ ഇൻഷുറൻസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ കാൽക്കുലേറ്റ് പ്രീമിയം മെത്തേഡ് എന്താ ചെയ്യുന്നത്? ബേസ് പ്രീമിയം 500 റുപ്പീസാണ്. എല്ലാ വണ്ടിക്കും 500 റുപ്പീസാണ്. എന്നാൽ ആ ഒബ്ജക്റ്റിലെ കാർ ഏജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലെ വാല്യൂ 5നേക്കാൾ കൂടുതലാണെങ്കിൽ, 5 വർഷത്തിനേക്കാൾ പഴയ വണ്ടിയാണെങ്കിൽ 100 രൂപ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി 6 വർഷം പഴക്കമുള്ളതായതുകൊണ്ട് 600 രൂപ എന്ന് പറയാൻ കാരണം. ഇവിടെ കാൽക്കുലേറ്റ് പ്രീമിയം എന്ന് പറയുന്ന മെത്തേഡ് പ്രോസസ്സ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഓരോ ഒബ്ജക്റ്റിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് അല്ലേ. ആദ്യം മഹേന്ദ്ര സ്കോർപിയോന് വേണ്ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്തത്. അതുപോലെ മഹേന്ദ്ര XUVയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ കാൽക്കുലേറ്റ് പ്രീമിയം മെത്തേഡിനെ നമുക്കൊരു ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് വിളിക്കാം. എന്താണ് ഇൻസ്റ്റൻസ് മെത്തേഡ്? ഒരു ഇൻസ്റ്റൻസ് മെത്തേഡ് എപ്പോഴും ആ ഒബ്ജക്റ്റുമായി ബൈൻഡ് ചെയ്തതായിരിക്കും. അതായത് ഈ ഒബ്ജക്റ്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻസ്റ്റൻസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റിലെ എല്ലാ പ്രോപ്പർട്ടീസും ഇൻസ്റ്റൻസ് മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ആക്സസ് ചെയ്യുന്നത്? സെൽഫ് എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്താണ് അല്ലേ. നമ്മൾ മെത്തേഡിലെ ആദ്യത്തെ പാരാമീറ്റർ സെൽഫാണ്, സെൽഫ് ഡോട്ട് കാർ ഏജ്. അതുപോലെ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യണമെങ്കിൽ സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞ് അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുൻപ് ഡിസ്കസ് ചെയ്ത എല്ലാ വീഡിയോകളിലും നമ്മൾ ഇൻസ്റ്റൻസ് മെത്തേഡുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ഒബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ആക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻസ്റ്റൻസ് മെത്തേഡ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ക്ലാസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മളപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചു, ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അല്ലേ, എന്തെങ്കിലും ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏജൻറ്റ് പറഞ്ഞു ഓക്കെ, 50 രൂപ ഞാൻ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി അയാൾ സെറ്റ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ വിളിച്ചു. അതിലേക്ക് 50 എന്ന് പാസ് ചെയ്തു. അതിനുശേഷം പ്രീമിയം വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പോളിസിയുടെ പ്രീമിയം 600-ന് പകരം 550 കുറഞ്ഞു. രണ്ടാമത്തെ കാറിൻ്റെ പോളിസി പ്രീമിയം 450 അപ്പോൾ ഇവിടെ സെറ്റ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഒരു ക്ലാസ് മെത്തേഡാണ്. എന്താണ് ക്ലാസ് മെത്തേഡ്? ഇനി ഈ മെത്തേഡ് വിളിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് എന്നല്ല വിളിച്ചിരിക്കുന്നത്, പിന്നെയോ ക്ലാസ് ഡോട്ട് മെത്തേഡ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓട്ടോ ഇൻഷുറൻസ് ആണ് നമ്മുടെ ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു ക്ലാസ് മെത്തേഡിനെ വിളിക്കുമ്പോൾ എപ്പോഴും ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിമാണ് വിളിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്താ, നമ്മളിവിടെ സെറ്റ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് മെത്തേഡിനെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ പോളിസി 1ലെയും പോളിസി 2ലെയും പ്രീമിയത്തിന് അത് അപ്ലൈ ആയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ക്ലാസ് മെത്തേഡ്? ക്ലാസ് ലെവൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലാസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ക്ലാസ് ലെവൽ ഡാറ്റ? ഈ ഓട്ടോ ഇൻഷുറൻസ് ക്ലാസ്സിനകത്ത് ഞാൻ പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അത് നമ്മൾ ഇനിറ്റിനകത്തല്ല ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് ക്ലാസ് ഡിക്ലെയർ ചെയ്ത ഉടനെ അതിൻ്റെ താഴെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കാർ മോഡലും കാർ ഏജും നമ്മൾ ഇനിറ്റിനകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ? അത് ഈ ഓട്ടോ ഇൻഷുറൻസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോപ്പർട്ടീസാണ്. അപ്പോൾ പ്രോപ്പർട്ടി എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇനിറ്റിനകത്താണ്. പ്രൊമോഷണൽ ഡിസ്കൗണ്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ ഇനിറ്റിന് പുറത്താണ്. അപ്പോൾ ഇവിടെ പ്രൊമോഷണൽ ഡിസ്കൗണ്ടിനെ നമുക്ക് ക്ലാസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ലാസ് വേരിയബിൾ എന്ന് വിളിക്കാം. എന്താണ് ക്ലാസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ലാസ് വേരിയബിൾ? നമ്മൾ ഓട്ടോ ഇൻഷുറൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പോളിസി 1 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പോളിസി 2 എന്ന് പറഞ്ഞ് വേറൊരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു.
അപ്പോൾ ഇവിടെ കാർ മോഡലും കാർ ഏജും ഈ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് അല്ലേ. നമ്മുടെ സ്കോർപിയോ അതുപോലെ 6 വർഷം പഴയ കാറാണ്. അതുപോലെ XUV അത് 2 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്നതിൻ്റെയും P2 എന്ന് പറയുന്നതിൻ്റെയും പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. എന്നാൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഇൻഷുറൻസ് കമ്പനി എല്ലാ കാറുകൾക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് ഇനിറ്റിനെ പുറത്ത് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് P1-നകത്ത് നിന്നും ആക്സസ് ചെയ്യാം, P2-ൽ നിന്നും ആക്സസ് ചെയ്യാം. പക്ഷേ ഇത് P1-ൻ്റെയോ P2-യുടെയോ മാത്രം ഭാഗമായിട്ടുള്ള വേരിയബിൾ അല്ല, പ്രോപ്പർട്ടി അല്ല. ഇവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എല്ലാ ഒബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാനുള്ള വാല്യൂ ആണ്. ഇതുപോലെ ഈ പ്രൊമോഷണൽ ഡിസ്കൗണ്ട് പോലെ എല്ലാ ഒബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെയുള്ള ക്ലാസ് വേരിയബിൾസിനെ, ക്ലാസ് പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്ത് അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിലോ നമ്മൾ ക്ലാസ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ക്ലാസ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. സെറ്റ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നതാണ് ക്ലാസ് മെത്തേഡ്. ഇതിലെ ആദ്യത്തെ പാരാമീറ്റർ എന്താണ്? CLS എന്നാണ് പറയുന്നത്. നമ്മൾ മുൻപെല്ലാം മെത്തേഡ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ പാരാമീറ്റർ സെൽഫ് എന്നായിരുന്നു. ഈ സെൽഫ് എന്തിനാ? ആ ഒബ്ജക്റ്റിനെ തന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് സെൽഫ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്തത്. എന്നാൽ പ്രൊമോഷണൽ ഡിസ്കൗണ്ടിലെ ആദ്യത്തെ പാരാമീറ്റർ ആ ക്ലാസ്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിനെ സാധാരണ നമ്മൾ കൊടുക്കുന്ന പേര് CLS എന്നാണ്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. CLS എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് മാത്രമാണ്, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും അവിടെ കൊടുക്കാം. പക്ഷേ ക്ലാസ് മെത്തേഡ്സ് എഴുതുമ്പോൾ അതിൽ ആദ്യത്തെ പാരാമീറ്ററിനെ CLS എന്നാണ് കൊടുക്കാറ്. അത് കഴിഞ്ഞ് CLS.പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്ന് കൊടുക്കുമ്പോഴാണ് ഈ ക്ലാസ് വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത്. അടുത്ത കാര്യം, ക്ലാസ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ ഒരു ഡെക്കറേറ്റർ കൊടുക്കണം. @ക്ലാസ് മെത്തേഡ് എന്ന് കൊടുക്കണം. ഈ @ക്ലാസ് മെത്തേഡ് എന്ന് കൊടുക്കുന്ന ഡെക്കറേറ്ററാണ് പൈത്തൺ കമ്പൈലറിനോട് പറയുന്നത്, ഓക്കെ ഇതൊരു ക്ലാസ് മെത്തേഡാണ്, ഇതൊരു ഇൻസ്റ്റൻസ് മെത്തേഡല്ല എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു സെറ്റ് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് മെത്തേഡിനെ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ വിളിച്ചുള്ളൂ. അതിനുശേഷം പോളിസി 1-ൻ്റെയും പോളിസി 2-ൻ്റെയും പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ടിലും ഡിസ്കൗണ്ട് അപ്ലൈ ആയി. അതിനെന്താ കാരണം? അതിന് കാരണം നമ്മളവിടുന്ന് 50 എന്ന് പറയുന്ന പ്രൊമോഷണൽ ഡിസ്കൗണ്ട് 50 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തില്ലേ, അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ് വേരിയബിളിലാണ്. അപ്പോൾ നമ്മളവിടെ 50 പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ക്ലാസ് വേരിയബിളിലെ പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസ് വേരിയബിളിലെ വാല്യൂ 50 ആയി സെറ്റ് ചെയ്തു. അതിനുശേഷം ഏത് ഒബ്ജക്റ്റിനകത്ത് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 50 രൂപയാണ് ഡിസ്കൗണ്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് പ്രീമിയം എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് മെത്തേഡിനകത്ത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊമോഷണൽ ഡിസ്കൗണ്ട് ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഓട്ടോ ഇൻഷുറൻസ് ഡോട്ട് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മെത്തേഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു ക്ലാസ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും @ക്ലാസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്റർ കൊടുക്കണം. അതിനുശേഷം ക്ലാസ് മെത്തേഡിനകത്തെ ആദ്യത്തെ പാരാമീറ്റർ ക്ലാസ്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അവിടെ CLS എന്നാണ് നമ്മൾ കൊടുക്കുക. അതുപോലെ ക്ലാസ് മെത്തേഡിനകത്തിരുന്ന് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? കാർ മോഡലും കാർ_ഏജും. ഇതിനെ രണ്ടിനെയും ഈ ക്ലാസ് മെത്തേഡിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് മെത്തേഡിനകത്ത് ക്ലാസ് വേരിയബിൾസിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് പ്രൊമോഷണൽ ഡിസ്കൗണ്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്ലാസ് മെത്തേഡ് എപ്പോഴും ഒരു ക്ലാസ്സിനോട് ബൈൻഡഡ് ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് നെയിം ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. ക്ലാസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് ക്ലാസ് വേരിയബിൾസ് എന്ന് പറയുന്നത്, ക്ലാസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ലെവലിലുള്ള പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യാനും ക്ലാസ് ലെവലിലുള്ള ഓപ്പറേഷൻസ് പെർഫോം. ഇപ്പോൾ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് ലെവലിലാണ് അത് ഡിഫൈൻ ചെയ്യുക. ഓരോ ഒബ്ജക്റ്റിലും വേറെ വേറെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. അവസാനമായി സ്റ്റാറ്റിക് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏജൻറ്റ് നമ്മളോട് 2 വണ്ടിയുടെയും നമ്പർ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അയാൾ കമ്പ്യൂട്ടറിലെ വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അതിനുവേണ്ടിയാണ് വാലിഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ മെത്തേഡ് എഴുതിയിരിക്കുന്നത്. ഈ വാലിഡ് രജിസ്ട്രേഷനകത്തേക്ക് നമ്മൾ എഴുതി കൊടുത്ത വണ്ടിയുടെ നമ്പർ അയാൾ പാസ് ചെയ്ത് കൊടുത്തു. ഓട്ടോ ഇൻഷുറൻസ് ഡോട്ട് എന്ന് പറഞ്ഞ്, അതായത് ക്ലാസ് നെയിം ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയും മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ വണ്ടിയുടെ നമ്പറും ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതിനെ ഇവിടെ ട്രൂ എന്ന് പറഞ്ഞു, അതായത് വണ്ടി നമ്പർ വാലിഡ് ആണ്, കുഴപ്പമില്ല. രണ്ടാമത്തേനെ ഫോൾസ് എന്നാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ അയാൾ ആലോചിച്ചു, എന്താണ് വണ്ടിയുടെ നമ്പർ എഴുതി കൊടുത്തതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ.
അതെന്താണ്? അപ്പോൾ അയാൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ KL-08 എന്നുള്ളതിന് പകരം KL_ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അണ്ടർസ്കോർ മാറ്റി ഡാഷ് കൊടുത്തു. എന്നിട്ട് അയാൾ വീണ്ടും കോഡ് റൺ ചെയ്ത് നോക്കി. ഇപ്പോൾ രണ്ടും ട്രൂ ആ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാലിഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്താ ചെയ്യുന്നത്? വണ്ടിയുടെ നമ്പറിൽ ആൽഫബറ്റ്സും അതുപോലെ ഡാഷ് എന്ന് പറയുന്ന ക്യാരക്ടറും നമ്പേഴ്സും മാത്രമാണോ, അതുപോലെ സ്പേസും മാത്രമാണോ ഉള്ളത് എന്ന് നോക്കി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അണ്ടർസ്കോർ എന്ന് പറയുന്നത് വണ്ടിയുടെ നമ്പറിൽ വരില്ല. അതുകൊണ്ടാണ് വാലിഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോൾസ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ വാലിഡ് രജിസ്ട്രേഷൻ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. വണ്ടി നമ്പർ വാലിഡ് ആണെങ്കിൽ ട്രൂവും അല്ലെങ്കിൽ ഫോൾസും റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഇവിടെ വാലിഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. എന്താണ് സ്റ്റാറ്റിക് മെത്തേഡ്? ചില സമയങ്ങളിൽ നമുക്ക് യൂട്ടിലിറ്റി മെത്തേഡ്സ് എഴുതേണ്ടി വരും. ഈ യൂട്ടിലിറ്റി മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളെ ക്ലാസ്സിലെ വാല്യൂവും ആവശ്യം വരില്ല, ക്ലാസ്സിലെ പ്രോപ്പർട്ടിയും യൂസ് ചെയ്യേണ്ടി വരില്ല, ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടിയും യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ യൂട്ടിലിറ്റി മെത്തേഡ്സ് ആണ് എഴുതുക. അതായത് ക്ലാസ്സിലെയോ ഇൻസ്റ്റൻസിലെയോ ഒബ്ജക്റ്റിലെയോ പ്രോപ്പർട്ടീസ് ഒന്നും യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഈ സ്റ്റാറ്റിക് മെത്തേഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതൊരു ക്ലാസ്സിലെയോ ഒരു ഒബ്ജക്റ്റിലെയോ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. അതൊരു സ്റ്റാൻഡ് ലോൺ ഫംഗ്ഷനാണ്. ഇവിടെ വാലിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിക് മെത്തേഡ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഒരു സ്റ്റാറ്റിക് മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ @സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്ററാണ് കൊടുക്കുക. നമ്മൾ നേരത്തെ ക്ലാസ്സിനാണെങ്കിൽ @ക്ലാസ് മെത്തേഡ് എന്ന് കൊടുത്തില്ലേ, അതുപോലെ ഇവിടെ @സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് കൊടുക്കുക. അതുകൂടാതെ സ്റ്റാറ്റിക് മെത്തേഡ്സിനകത്ത് ഡിഫോൾട്ടായിട്ട് ഒരു പാരാമീറ്ററും നമ്മൾ പാസ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻസ്റ്റൻസ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്ത് സെൽഫ് എന്ന് പറഞ്ഞ ഒരു ഡിഫോൾട്ട് പാരാമീറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ ക്ലാസ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ CLS എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് പാരാമീറ്റർ ഉണ്ടായിരുന്നു. എന്നാൽ സ്റ്റാറ്റിക് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഡിഫോൾട്ട് പാരാമീറ്ററും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് ഈ ക്ലാസ് മെത്തേഡിനകത്ത് ഒബ്ജക്റ്റിലെയോ ക്ലാസ്സിലെയോ പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റാറ്റിക് മെത്തേഡ് എന്താ ചെയ്യുന്നത്? അതൊരു ഫോർ ലൂപ്പ് ഇട്ട് നമ്മൾ കൊടുക്കുന്ന ആ സ്ട്രിങ്ങിനകത്ത് ആൽഫബറ്റിക് ആണോ, ന്യൂമറിക് ആണോ, ക്യാരക്ടർ സ്പേസ് ആണോ, ഡാഷ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യാണ്. ഇതൊരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ എന്ത് ഡാറ്റയാണ് ഒരു സ്റ്റാറ്റിക് മെത്തേഡിനെ ആക്സസ് ചെയ്യുക? സ്റ്റാറ്റിക് മെത്തേഡിനകത്ത് വേണമെങ്കിൽ അതിലേക്ക് പാസ് ചെയ്യുന്ന ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ യൂസ് ചെയ്യാം, അല്ലേ? നമ്മളിവിടെ രജിസ്ട്രേഷൻ നമ്പർ ഇൻപുട്ടായിട്ടല്ലേ കൊടുത്തത്. അതല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് യൂസ് ചെയ്യാം. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു ക്ലാസ്സിന് പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ, ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിനെ ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാറ്റ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റുപ്പീസ് എന്ന് കൊടുത്ത് കോമയൊക്കെ ഇട്ട് വളരെ വൃത്തിയായി ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി. അതല്ലെങ്കിൽ നമ്മളൊരു കറൻസി റുപ്പിയിൽ നിന്നും ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് മെത്തേഡ്സിനെയും നമ്മൾ വിളിക്കുന്നത് ക്ലാസ് നെയിം ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ക്ലാസ് മെത്തേഡും സ്റ്റാറ്റിക് മെത്തേഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ്? ക്ലാസ് മെത്തേഡാണെങ്കിൽ ക്ലാസ് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാം. സ്റ്റാറ്റിക് മെത്തേഡാണെങ്കിൽ ക്ലാസ് മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ഓപ്സിനകത്തെ എൻകാപ്സുലേഷൻ വളരെ വൃത്തിയായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ 3 ടൈപ്പിലുള്ള മെത്തേഡ്സ് ഹെൽപ്ഫുള്ളാണ്. അതുമാത്രമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് റീഡബിലിറ്റി കൂട്ടുന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഡെവലപ്പറായി വർക്ക് ചെയ്യുക, അപ്പോൾ ഒരു കോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റൻസ് മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അതിനകത്ത് ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. അതുപോലെ ക്ലാസ് മെത്തേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ക്ലാസ് വേരിയബിൾസ് മാത്രമേ അവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് നോക്കിയാൽ നമുക്കറിയാം അതിനകത്ത് ക്ലാസ് വേരിയബിൾസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേരിയബിൾസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ് ഫോളോ ചെയ്ത് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഡെവലപ്പർ എഴുതിയ കോഡാണെങ്കിലും അത് വേറൊരു ഡെവലപ്പറിന് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻസ്റ്റൻസ് മെത്തേഡും ക്ലാസ് മെത്തേഡും സ്റ്റാറ്റിക് മെത്തേഡും എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.